അതേസമയം ദൈവത്തിൻ്റെ പാതപീഠത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ഒരുക്കിയതായ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലയക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോമോൻ എബ്രഹാം, അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം എന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ മധ്യത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോമോൻ എബ്രഹാം ആയിരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു കൊള്ളുന്നു. ായിരിക്കുന്ന ബഹുമാന്യ കർത്താവിന് വിലപ്പെട്ട ദാസൻ പ്രവീൺ പാസ്റ്റർ, കടന്നു വന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രികാലവും ഞാൻ അറിയിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കിയല്ലോ. ഈ ദിവസങ്ങളിലൊക്കെ നാം പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാൻ പോവുകയാണ്. ഉപവാസവും പ്രാർത്ഥനയുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിടുതലും അനുഗ്രഹവും ഒക്കെ പ്രദാനം ചെയ്യപ്പെടുന്നത്. ഈ രാത്രിയും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദാന്തികയായിരിക്കാം. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും കർത്താവ് തൻ്റെ അഭിഷിക്തന്മാരെ നമ്മുടെ മധ്യേ അയച്ച് വേണ്ടതായ എല്ലാ ദൈവികമായ ആലോചനകളും എല്ലാ ദൈവികമായ ദൂതും പകരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഏവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ രാത്രികാലമുള്ള വചനധ്യാനത്തിന് ആധാരമായി തിരുവചനത്തിൽ നിന്നൊരു ഭാഗം എടുക്കുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഈ രാത്രികാലമുള്ള വചന ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട് ഞാൻ എടുക്കുന്നു. ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ഈ മനോഹരമായ രാത്രികാല വേളയ്ക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലവും കർത്താവ് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ രാത്രി കർത്താവെ നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് രാത്രി അങ്ങ് അനേകരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നു മുതൽ ആരംഭിക്കപ്പെടുന്ന ഈ ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിരോധമായി ദൈവിക വിടുതൽ തടസ്സമായി വ്യാപരിക്കുന്ന പ്രത്യക്ഷമായ പരോക്ഷമായ എല്ലാ ദുഷ്ടന്റെ പോരുകളെയും ശത്രുവിൻ്റെ സകല ബന്ധനങ്ങളെയും ഇന്ന് രാത്രികാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോരാടി അതിന്മേൽ ജയമെടുത്ത് യേശുവിന്റെ നിയമരക്തത്താൽ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രിയും കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. ആഴമേറിയ ദൈവിക ദൂത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമല്ലോ. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാരംഭ നിമിഷങ്ങളിൽ ദൈവാത്മാവ് നമുക്ക് ചിന്തിക്കുവാനായി തന്നിരിക്കുന്ന വേദഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിലേക്ക് ദൈവജനത്തിൻ്റെ ചിന്തയെ ഞാൻ ഒരിക്കൽ കൂടെ കൊണ്ടുവരികയാണ്. 7-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ ഒന്നിലധികം പ്രാവശ്യം ആക്രമിച്ച് ആ പട്ടണത്തിലുണ്ടായിരുന്ന നഗരത്തിലുണ്ടായിരുന്ന അരമനയ്ക്കകത്തുണ്ടായിരുന്ന സകല വസ്തുക്കളും ദൈവാലയത്തിലെ സകല വസ്തുക്കളും അവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയി. തുടർന്ന് യെരുശലേമിൻ്റെ മതിലുകളൊക്കെയും ഇടിച്ചും വാതിലുകളൊക്കെയും തീവെച്ച് ചുട്ടും യെരുശലേം നഗരത്തിനകത്തുണ്ടായിരുന്ന സകല ജനത്തെയും യുദ്ധവീരന്മാരും തുടങ്ങി നല്ലവണ്ണം കഴിവും പ്രാപ്തിയും ഉണ്ടായിരുന്ന പലരെയും അവൻ അടിമകളാക്കി പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. 2 രാജാക്കന്മാർ 24-ാം അധ്യായം അതിൻ്റെ 10 മുതൽ ഉള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇതിനാധാരമായ തെളിവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വായിക്കാം. 2 രാജാക്കന്മാർ 24-ാം അധ്യായം 10-ാം വാക്യം മുതൽ.
ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ നേരെ വന്നു. ആ ആ ആ ആ ആ ആ ആ അവൻ യഹോവയുടെ ആലയത്തിലെ സകല നിക്ഷേപങ്ങളും, അതായത് അരമനയ്ക്കകത്തുള്ള സകല വസ്തുക്കളും അവിടെ നിന്ന് തൻ്റെ പട്ടണത്തിലേക്ക്, തൻ്റെ രാജ്യമായ ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയി. അടുത്തത് ആ ആ ആ അടുത്തത് ആ ആ ആ എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. അടുത്ത ഭാഗം കൂടെ. ആ ആമേൻ. കഴിവുള്ള കൊല്ലന്മാരായ, ആശാരിമാരായ, യുദ്ധത്തിൽ നിപുണന്മാരായ, കായിക അഭ്യാസികളായ സകല ജനത്തെയും ഈ നെബൂഖദ്നേസർ കീഴടക്കി അവൻ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. യെരൂശലേമിനെ നെബൂഖദ്നേസർ ആക്രമിക്കുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ അഥവാ ദൈവജനം അഥവാ യഹൂദജനം ദൈവത്തിന് അനിഷ്ടമായുള്ള പ്രവൃത്തി ചെയ്ത് ദൈവ കോപത്തിന് കാരണമായി തീർന്നു. അവൻ ദൈവഹിതമില്ലാത്ത പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം തൻ്റെ ജനത്തെയും തൻ്റെ അവകാശത്തെയും അവൻ ശത്രുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇതുകൊണ്ടത്രേ നെബൂഖദ്നേസർ രാജാവ് ഒന്നിലധികം പ്രാവശ്യം യെരൂശലേമിനെ ആക്രമിപ്പാൻ ഇടയായി തീർന്നതെങ്കിൽ ഈ രാത്രിയും മറക്കരുത്, ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന് വിരോധമായ, ദൈവ കോപത്തിന് കാരണമായ പ്രവർത്തികളിലേക്ക് നാം കടന്നുപോയാൽ ദൈവം നമ്മെയും ശത്രുവിന്റെ കരങ്ങളിലേക്ക് ഈ കാലഘട്ടത്തിലും ഏൽപ്പിച്ചു കൊടുക്കുമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എന്നാൽ ഈ ഒരു വിഷയം പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. 70 വർഷക്കാലം ഇവർ പ്രവാസികളായി ബാബേലിൽ കഴിയുമെന്നും അതിനുശേഷം ആ പ്രവാസം കഴിഞ്ഞ് അവർ മടങ്ങി വരുമെന്നും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പ്രവാചകൻ അത് മുൻകൂട്ടി വേഗത്തിൽ തന്നെ പ്രവചിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്കെടുക്കാം പ്രവാചകനായ യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക്. ആ ഭാഗം നമുക്കൊന്ന് ഓടിച്ചെല്ലാം. 25-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യവും 70 സംവത്സരം ഈ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ജനമൊന്ന് മടങ്ങി വരണമെങ്കിൽ 70 വർഷം തികയണം. അപ്പോൾ 70 വർഷക്കാലം കഴിയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആമേൻ 70 വർഷം കഴിയുമ്പോൾ ഞാൻ ആ ദേശത്തെ സന്ദർശിക്കും, ഞാൻ ആ രാജ്യത്തെ സന്ദർശിക്കും, ബാബേലിനെ ഞാൻ സന്ദർശിക്കുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി പ്രവചിക്കുകയാണ്. വായിക്കാം. ഇനി പ്രവാചകനായ യിരെമ്യാവിന്റെ പുസ്തകം തന്നെ 29-ാം അധ്യായം കൂടി നമുക്ക് എടുക്കണം. അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ അവിടെയും ഈ വിഷയം ആഴമായി രേഖപ്പെടുത്തുകയാണ്. യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം അപ്പോൾ ദൈവം തന്റെ ജനത്തോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിലവിളിച്ചാലും അപേക്ഷിച്ചാലും 70 വർഷം കഴിയുമ്പോൾ മാത്രമേ എൻ്റെ സന്ദർശനം ഞാൻ അയക്കുകയുള്ളൂ, ഞാൻ നിങ്ങളെ ഈ ദേശത്തേക്ക് മടക്കി വരുത്തുകയുള്ളൂ. ആമേൻ എന്ന് യഹോവയാം ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ്.
ഇന്ന് പകൽ രാത്രികാലം ആ ഭാഗത്തും ഞാനൊരു ദൈവിക ദൂത് വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ പൈതലേ, നിന്റെ വിടുതലിന് ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കുമെങ്കിൽ അവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എന്നാൽ മറ്റൊരു ദൂതും കൂടെ വിളിച്ചു പറയുന്നു. അധികം കാത്തിരിക്കുന്നത് അധികം നല്ലതിന് വേണ്ടിയാണെങ്കിൽ ഈ രാത്രിയും ഒരു വിടുതലിന് വേണ്ടി ഓടി നടക്കുകയല്ല. ദൈവത്തിന്റെ പാദപീഠത്തിൽ മുഴങ്കാൽ മടക്കി കണ്ണുനീരോട് അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ സമയമാകുമ്പോൾ നിന്റെ വിഷയത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് മേൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് മേൽ, നാം ഈ സ്തോത്രം, നിന്റെ സാമ്പത്തിക വിഷയത്തിന് മേൽ, നിന്റെ ശാരീരിക പ്രശ്നത്തിന് മേൽ അവൻ തന്റെ കരം ചലിപ്പിക്കും. അവൻ കരം ചലിപ്പിക്കാതിരിക്കയില്ല, അവന്റെ കരം ചലിക്കും. നിന്റെ മേൽ തന്നെ സന്ദർശനം അയച്ചു അവന്റെ വിടുതൽ അയക്കുമെന്ന് സ്വർഗം ഇന്ന് രാത്രികാലവും വചന വെളിപ്പാടിലൂടെ വിളിച്ചു പറയുകയാ. പ്രൈസ് ഗോഡ്. കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ. പ്രൈസ് അല്ലോ. താഴോട്ട് വായിക്കണമേ, ആ ഭാഗം നമുക്ക് വായിക്കേണ്ട വിഷയങ്ങളുണ്ട്. വായിക്കാം. ആമേൻ. എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ദൈവം അറിയുന്നു. അടുത്തത്, ആ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായിട്ടുള്ള നിരൂപണമെന്നും യഹോവ പറയുന്നു. അടുത്തത്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. അടുത്തത്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ. തുടർന്ന് താഴോട്ട് വായിച്ചു നോക്കിക്കൊള്ളണമേ. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവം പറയുന്നു, എൻ്റെ സമയമുണ്ട്, ആ സമയത്ത് ഞാൻ നിങ്ങളെ സന്ദർശിക്കും. ആമേൻ. അതുവരെ നിങ്ങൾ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കായുള്ള നിരൂപണമല്ല, അത് നന്മയ്ക്കായുള്ള നിരൂപണമാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ ആ നിരൂപണങ്ങൾ പിന്നെയും പ്രാവർത്തികമാകണമോ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കണമെന്നും യഹോവയാം ദൈവം യിരെമ്യാവിന്റെ പുസ്തകം 29:14 നമ്മോട് ശക്തമായി വിളിച്ചു പറയുമ്പോൾ ഈ രാത്രിയും ദൈവം വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ പൈതലേ, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാനിംഗ് ഉണ്ട്. അത് ദോഷമായ പ്ലാനിംഗ് അല്ല, അത് തിന്മയുടെ പ്ലാനിംഗ് അല്ല. നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ദോഷമായ പ്ലാനിംഗ് അല്ല, അത് നന്മയുടെ പ്ലാനിംഗ് അത്രേ. എന്നാണ് അത് പ്രാവർത്തികമാകണമോ? ദൈവം വിളിച്ചു പറയുന്നു, നീ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുക, നീ പൂർണ്ണ ഹൃദയത്തോടെ അവന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ ആ പ്ലാനിംഗ് ദൈവം പ്രാവർത്തികമാക്കുന്ന ദൈവമെന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു. പ്രൈസ് അല്ലോ, പ്രൈസ് അല്ലോ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാമല്ലോ. ദൈവത്തിന്റെ നിരൂപണങ്ങൾ പ്രാവർത്തികമാകണമോ? നാം പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ അടുക്കിലേക്ക് അടുത്തേ മതിയാവുകയുള്ളൂ. ഈ ഉപവാസ പ്രാർത്ഥന ദൈവത്തിൻ്റെ നിരൂപണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന ഓരോ ദിവസങ്ങളായി മാറുവാൻ നമുക്ക് ഇന്ന് രാത്രി തീരുമാനമെടുക്കാം. പൂർണ്ണതയോടെ ദൈവത്തിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. പ്രൈസ് അല്ലോ, ഹല്ലേലൂയ. ഈ പ്രവാസത്തിലേക്ക് കടന്നുപോയ ദൈവജനം ഘട്ടം ഘട്ടമായിട്ടാണ് മടങ്ങി വരുന്നത്, ഒറ്റഘട്ടമായിട്ടല്ല വരുന്നത്. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് വന്നു. തുടർന്ന് എസ്രയുടെ കാലഘട്ടം വരുമ്പോൾ ഏകദേശം 2 ദശകം കഴിയുമ്പോൾ എസ്രയുടെ സമയത്ത് രണ്ടാമത്തെ ഗ്രൂപ്പ് കടന്നു വരികയാണ്. പുസ്തകത്തിലേക്കൊന്ന് മടങ്ങി വരികയാണ്. അതിൻ്റെ 1-ാം അധ്യായം 2-3 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് മടങ്ങി വന്നു. ഈ മടങ്ങി വന്ന ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്താണ്, ഈ മടങ്ങി വന്നവരുടേതായ അനുഭവങ്ങൾ എന്താണ് എന്ന് തൻ്റെ അടുക്കൽ വന്ന പ്രിയപ്പെട്ടവരോട് നെഹമ്യാവ് ഒന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ചോദിക്കുന്ന സമയത്ത് നെഹമ്യാവിനോട് ആമേൻ സ്തോത്രം തന്നെ സമീപം വന്ന പ്രിയപ്പെട്ടവർ പറയുന്നുണ്ട്, അവർ ആ സംസ്ഥാനത്ത് കഷ്ടത്തിലാണ്, അപമാനത്തിലും കിടക്കുകയാണ് എന്ന് പറയപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ.
ആ ആ ആ ആ ആ ആമേൻ. അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എന്നുള്ള വാർത്ത ഹനാനിയിൽ നിന്നും കൂട്ടു സഹോദരങ്ങളിൽ നിന്നും നെഹമ്യാവിന് അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. രണ്ടാം ഘട്ടത്തിൽ കടന്നു വന്ന ഈ ദൈവജനവും യെരുശലേമിൽ നിന്നയിലും അപമാനത്തിലും കിടക്കപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആമീൻ നെഹമ്യാവ് എന്ന ദൈവഭക്തൻ ആമീൻ ഇവരെ നോക്കിക്കൊണ്ട് മൗനമായി ഇരിക്കുകയല്ല ചെയ്തത്. അടുത്ത വാക്യമായ 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവൻ അവിടെ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്. ദൈവസ്ഥൽ കണ്ണുനീരോടെ ചില ദിവസങ്ങൾ ആമീൻ പിന്നിട്ടതായിട്ട് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കാണപ്പെടുകയാണ്. ആമീൻ ദൈവജനത്തിന്റെ കഷ്ടത കേട്ടപ്പോൾ, ദൈവജനത്തിന്റെ അപമാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ, ദൈവമക്കളുടേതായ വേദനയെക്കുറിച്ച് കേട്ടപ്പോൾ നെഹമ്യാവിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആമീൻ സ്തോത്രം തന്നെ കൂട്ടു സഹോദരങ്ങൾ കഷ്ടതയിൽ കിടക്കുന്നത് അറിഞ്ഞപ്പോൾ അവൻ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് കരയുവാൻ തുടങ്ങി. കർത്താവേ, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണമേ എന്ന് അവൻ നിലവിളിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നു. നിന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി അവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി കണ്ണുനീരോടെ കരയുവാൻ ദൈവാത്മാവ് ആരോടൊക്കെയോ ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുകയാ. യേശുവിന്റെ നിയമരക്തത്താൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ. നാം നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ഭാവി അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ കുടുംബം ഏറ്റവും നല്ല നിലയിലേക്ക് എത്തപ്പെടുവാൻ, ഈ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനം ദൈവം നൽകുവാൻ തുടങ്ങി ഒട്ടനവധി ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രി പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല ദൈവവേദനയിലെ ദൈവാത്മ പറയുന്നത്. പിന്നെയോ നിന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി നീ എഴുന്നേറ്റ് കരയുവാൻ സ്വർഗം വിളിച്ചു പറയപ്പെടുകയാണ്. സ്തോത്രം. നിന്നെപ്പോലെ ആമേ സ്തോത്രം ആമേ ദൈവത്തെ അറിയുവാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് വേദനയിലായിരിക്കുന്ന, കഷ്ടതയിലായിരിക്കുന്ന ആമേ ജനത്തിന് വേണ്ടി കരയുവാൻ സ്വർഗം ഇന്ന് രാത്രിക്കാൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന് വേണ്ടി, ആമേ പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടി ആമേ നീ കരയുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗം വിളിച്ചു പറയുന്നു. ഒരു നെഹമ്യാവിനെ ഉപയോഗിച്ചതുപോലെ ദൈവത്തിന്റെ പൈതലേ, നിന്നെ അവന് ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. നിന്നെ അവന് ആമേ സ്തോത്രം അവൻ തന്റെ കരങ്ങളിലെടുത്ത് അനേകരുടെ വിടുതലിന് മുഖാന്തരമാക്കി തീർക്കുവാൻ പദ്ധതി ഉണ്ടെന്ന് സ്വർഗം ഇന്ന് രാത്രികാലം ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ആലോചന വിളിച്ചു പറയപ്പെടുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു ദൂത് വിളിച്ചു പറയുന്നു. ഇത് 2017 ആമേൻ സ്തോത്രം ദൈവം ചിലരെ തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വർഷമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു. അടകൽക്കല രഗടബശസ്യരക അംധാരകല ഋഗൽകൃഷ്ണസ്വരിക്ക് ഭൗമിക നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകുമ്പോൾ തന്നെ സ്വർഗം വിളിച്ചു പറയുന്നു, ഫസ്റ്റ് പ്രയോറിറ്റി ആമേൻ ദൈവം നിന്നെ ഈ വർഷം തൻ്റെ വേലയ്ക്ക് വേണ്ടി ആമേൻ അനേകരുടെ വിടുതലിന് വേണ്ടി അനേക ആത്മാക്കളെ നേടിയെടുക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കുന്ന നിമിഷങ്ങൾ മുൻപിലുണ്ട്. ആരോടോ ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുകയാ, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പദ്ധതി ഇടുന്നു. ഏൽപ്പിച്ചു തരുമെങ്കിൽ, എന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ ആമേൻ ഞാൻ നിന്നെ ഉപയോഗിക്കാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കഷ്ടത്തിൽ കിടക്കുന്ന ജനത്തെ വീണ്ടെടുക്കുവാനായി പ്രാർത്ഥിക്കുന്ന ഭക്തനെ അധ്യായത്തിൽ കാണുന്നുണ്ട്. 1-ാം അധ്യായം നമ്മൾ 5-ാമത്തെ വാക്യം തൊട്ടൊക്കെ താഴോട്ടൊന്ന് വായിച്ചു വരുമ്പോൾ അതിൻ്റെ അവസാന വാക്യം വരെ പഠിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഈ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ദീർഘമായി അവൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിച്ച ഭക്തനെയാണ് ദൈവം ഉപയോഗിച്ചത്. 2-ാം അധ്യായം വായിക്കുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ തൻ്റെ ആവശ്യം അറിയിക്കുകയും രാജാവിൻ്റെ അനുമതിയോടും രാജാവിൻ്റെതായ അംഗീകാരത്തോടും രാജാവ് കൊടുത്ത ലെറ്ററൊക്കെ വാങ്ങിക്കൊണ്ട് നെഹമ്യാവ് യെരുശലേമിൻ്റെ മതിൽ പണിയുവാൻ, വാതിൽ ആമേൻ ഒന്ന് ഉറപ്പിക്കുവാനായിട്ട് അവൻ യെരുശലേമിലേക്ക് പോവുകയാണ്. സ്തോത്രം.
എന്നാൽ അവൻ അവിടെ കടന്നു ചെന്ന് ചില കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ തന്നെ അവന് വിരോധമായി സൻബല്ലത്തും തോബിയാവും ഗേശമും എഴുന്നേൽപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അവൻ അതൊന്നും കണ്ട് ഭയപ്പെട്ടില്ല. അവൻ പറയുകയാണ്, അവൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും, അതുകൊണ്ട് നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞ് പരസ്പരം ധൈര്യപ്പെടുത്തിക്കൊണ്ട് ആ പണിക്ക് വേണ്ടി ചുവടുകൾ മുന്നോട്ട് വെച്ചപ്പോൾ ഈ രാത്രി ആ ഭാഗത്തും ദൈവം നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു ദൈവിക ദൂതുണ്ട്. ഏതൊരു ദൈവ ശബ്ദത്തിന്റെ പിന്നിലും നീ ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ നിന്നെ അതിൽ മടുപ്പിക്കുന്ന, നിന്നെ അതിൽ നിന്ന് പുറകോട്ട് വലിച്ചു മാറ്റുന്ന ദുഷ്ടന്റെ കരങ്ങൾ ഉണ്ടായിരിക്കും. അതിനു മുൻപിൽ നീ പതറുകയല്ല, ദുഷ്ടന്റെ കരങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദത്തെ പുറകോട്ട് വലിച്ചെറിയുകയല്ല. പ്രതികൂലങ്ങളുടെ മുൻപിൽ, വെല്ലുവിളിക്ക് മുൻപാകെ നീ ചുവട് വെക്കാൻ തയ്യാറാണെങ്കിൽ സൻബല്ലത്തിന്റെ മുമ്പിൽ, തോബിയാവിന്റെ മുമ്പിൽ, ഗേശമിന്റെ മുമ്പിൽ ജയം നൽകിയ സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ മേലും ആ ജയം കൽപ്പിച്ചേക്കും. ഏതൊരു ദൈവശബ്ദത്തിന്റെ മുൻപിലും പ്രതികൂലത്തിന്റെ ശക്തികൾ ആഞ്ഞടിക്കും, പുറകോട്ട് വലിച്ചു മാറ്റും. ആ പ്രവൃത്തിയിൽ നിന്ന് നമ്മെ മടുപ്പിക്കത്തക്ക നിലയുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കും. എന്നാൽ ദൈവമുഖം നോക്കി ചുവട് മുന്നോട്ട് വെച്ചാൽ ശത്രു പരാജയപ്പെടും. നിന്നിലുള്ള ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ആമേൻ. സമയപരിമിതി കൊണ്ട് ആ ഭാഗത്തെങ്ങും ഞാൻ നിൽക്കുന്നില്ല, വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നെഹമ്യാവും കൂട്ടരും ദൈവത്തിൻ്റെ കൃപയാൽ മതിൽ പണിയാൻ തുടങ്ങി. സ്തോത്രം. 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മതിൽ പണിക്കെടുത്തതായ ദിവസങ്ങളുടെ കണക്ക് അവിടെ പറയുന്നുണ്ട്. 6-ാം അധ്യായം 15-ാമത്തെ വാക്യം തൊട്ട് എത്ര ദിവസം കൊണ്ടാണ് മതിൽ പണിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചാട്ടെ. ഇങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട്, 52 ദിവസം കൊണ്ടാണ് മതിൽ പണി തീർത്തത്. സ്തോത്രം. ഒരു ഭാഗത്ത് ശക്തമായ വെല്ലുവിളി, എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച ഭക്തനെ കൊണ്ട് 52 ദിവസം കൊണ്ട് ദൈവം ആ മതിൽ പണിതുയർത്തി. സ്തോത്രം. വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നില്ല, ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വന്നില്ല. ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദൈവത്തിന്റെ ശബ്ദം വിടുതലായി ആ ദേശത്ത് ഉയർന്നു വന്നെങ്കിൽ ഈ രാത്രിയും ദൈവാത്മാ വിളിച്ചു പറയുന്നു, വർഷങ്ങൾ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവാത്മാ വിളിച്ചു പറയുന്നു, ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ പ്രത്യക്ഷത്തിൽ നീ കാണത്തക്ക തരത്തിൽ വെളിപ്പെടുവാൻ, വെളിപ്പെടുത്തുവാൻ സ്വർഗം പദ്ധതിയിടുകയാ. ഓ അടകൽക്കല രഗടബ ശംദല ബൗഡൽക്കല രഗടബ ശസി. ഞാൻ ആത്മാവിൽ കാണുന്നു, ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിന്റെ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ, നിന്റെ തലമുറയുടെ ചില വിടുതലുകൾ, നിന്റെ രോഗവിഷയത്തിന് ചില വിടുതലുകൾ. നീ വർഷങ്ങൾ കാത്തിരിക്കണ്ട, മാസങ്ങൾ കാത്തിരിക്കണ്ട, ആഴ്ചകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് ആത്മാവിന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ വെറുവാക്കല്ലെന്ന് പറഞ്ഞത്, ഈ വചന വെളിപ്പാടില്ല കർത്താവിനോട് ദൂത് വിളിച്ചു പറഞ്ഞത്. ദൈവശബ്ദം കേട്ടവൻ 52 ദിവസം കൊണ്ട് ആ ദൈവശബ്ദം പ്രത്യക്ഷത്തിൽ മുൻപിൽ കൊണ്ടുവരികയാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. വർഷങ്ങൾ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നില്ല. ആമേൻ. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. വെല്ലുവിളി കേട്ട് പുറകോട്ട് പോയിരുന്നെങ്കിൽ അവിടെ പണി പോയിട്ട് ഒരു കാര്യവും നടക്കത്തില്ല. സ്തോത്രം. ആ 16-ാമത്തെ വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിക്കാമോ ദൈവമക്കളെ? 16-ാം വാക്യം കൂടെ. ഞങ്ങളുടെ സകല ശത്രുക്കളും ഈ കാര്യം കേട്ടപ്പോൾ, ഏത് ദൈവം പറഞ്ഞത് നടന്ന കാര്യം കേട്ടപ്പോൾ, ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. ഒരു സ്വോത്രം പറയാൻ കഴിയുമോ ഇന്ന് രാത്രികാലം? ദൈവം പറഞ്ഞത് 52 ദിവസം കൊണ്ട് ദൈവം അത് പ്രാവർത്തികമാക്കി. ദൈവത്തിന്റെ നഗരമായ യെരൂശലേം പട്ടണത്തിന്റെ മതിലുകൾ പണിതുയർത്തി, അതിന്റെ വാതിലും കേടുപാട് തീർത്ത് അവിടെ ഉയർത്തിയെടുത്തപ്പോൾ ഇത് കേട്ട സകല ശത്രുവിന് മഹാഭയമുണ്ടായി. കാരണം ഇത് മനുഷ്യന്റെ കരമല്ല, ഇത് ദൈവകരമാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്ന് ആലോചിച്ച് അവർ ഭയപ്പെട്ടു പോയി.
സ്തോത്രം. ഈ രാത്രി ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ മേൽ വ്യാപരിക്കുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. ദുഷ്ടൻ്റെ കരങ്ങൾ നിന്നെ പുറകോട്ട് വലിച്ചു മാറ്റുമ്പോൾ, ദുഷ്ടന്റെ ശക്തികൾ നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ ആഞ്ഞടിക്കുമ്പോൾ, ഈ രാത്രി ദൈവം വിളിച്ചു പറയുന്നു, ദുഷ്ടന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ടാറ്റ പറഞ്ഞ് പോകുന്നൊരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. നിന്നോടുകൂടെ ദൈവത്തിന്റെ കരമുണ്ട്. ആ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്നു. ആ കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കുന്നു. ആ കരം നിനക്ക് വേണ്ടി ശത്രുവിന്റെ തല ഇന്ന് രാത്രി ആമേ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഞാൻ ആമേ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. Praise God. Praise God. ഇങ്ങനെ മതില് പണിത് ഉയർത്തു. ഈ മതിലൊക്കെ പണിത് ഉയർത്തി കഴിഞ്ഞപ്പോൾ നെഹമ്യാവ് ഒരു കാര്യം കൂടെ അവിടെ ചെയ്തു. ആ കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 7-ാം അധ്യായം 2-ാം വാക്യം. അവിടെ വായിക്കുന്നു, നെഹമ്യാവിൻ്റെ സഹോദരനായ ഹനാനിയും കോട്ടയുടെ അധിപനായ ഹനന്യാവിനെ വിളിക്കുക. സ്തോത്രം. അപ്പോൾ ഹനന്യാവിന് നേരത്തെ ഒരു ജോലിയുണ്ട്. അവൻ കോട്ട കാക്കുന്ന ഒരു ജോലിയുണ്ട്. കോട്ടയുടെ അധിപനാണ്. സ്തോത്രം. അപ്പോൾ ഒരു സംരക്ഷകനാണ് അവൻ. ഇവനെ വിളിച്ചു. ഈ രണ്ടുപേരെയും വിളിച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പുതിയൊരു ഉത്തരവാദിത്തം കൊടുക്കുക. എന്താ ഉത്തരവാദിത്തം? അടുത്ത സെന്റൻസ്. യെരുശലേം എന്ന നഗരത്തിന്റെ അധിപതികളാക്കി നിയമിച്ചു. നേരത്തെ ഹനാനിയും ഹനന്യാവും ഒരു കോട്ടയുടെ അധിപതി മാത്രമേ ഉള്ളൂ. സ്തോത്രം. യെരുശലേമിന്റെ 12 വാതിലുകളെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ അതിന്റെ ഒരു ഭാഗത്തിന്റെ അധിപതിയായിരുന്നു ഈ ഹനാനിയും ഹനന്യാവും. എന്നാൽ ഇവിടെ നെഹമ്യാവ് എന്ന ഭക്തൻ ഇവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് ആമേ സ്തോത്രം ആ കോട്ടയുടെ അധിപതിയാക്കുകയല്ല, യെരുശലേം എന്ന നഗരത്തിന്റെ ആധിപത്യ സ്ഥാനത്തേക്ക് അവരെ നിയമിപ്പാൻ. എന്തുകൊണ്ട് ഇവരെ ഈ സ്ഥാനത്തേക്കൊന്ന് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നത്? അതിലൊരു ഭക്തൻ്റെതായ ഗുണങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ കൊണ്ടുവരാൻ അതിലൊരു ഭക്തന് 2 ഗുണങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ചിന്തിക്കാം. അടുത്ത സെന്റൻസ്. ആമീൻ. ഈ ഹനന്യാവ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ എങ്ങനെയുള്ളവനാ? ഒന്ന്, അവൻ പലരെക്കാളും വിശ്വസ്തനും. രണ്ടാമത്തെ അവന്റെ ഗുണമെന്താ? ദൈവഭക്തൻ. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ അതിലേക്ക് നോക്കിയേ. അതിനകത്ത് ദൈവഭക്തി എന്നല്ല പറയുന്നത്, ദൈവ ഭയമുള്ളവൻ എന്നാണ് പറയുന്നത്, അല്ലേ? സ്തോത്രം. ആമേൻ. ഞാൻ ആ പദം എടുക്കുക. ഒന്ന്, അവൻ വിശ്വസ്തനായിരുന്നു. 2, അവൻ ദൈവ ഭയമുള്ളവനായിരുന്നു. എങ്ങനെ? പലരെക്കാളും. അവിടെ പലരുണ്ട്. ആമേ കഴിവുള്ള, സാമർഥ്യമുള്ള, ആയുധം ഉപയോഗിപ്പാൻ നിപുണന്മാരായ, ശാരീരിക വലിപ്പമുള്ള, കായിക ശേഷിയുള്ള, ആരോഗ്യമുള്ള, പുഷ്ടിയുള്ള, സൗന്ദര്യമുള്ള, രൂപഗുണമുള്ള, ലാവണ്യമുള്ള, ബുദ്ധിയിലും കഴിവിലും സാമർഥ്യം തെളിയിച്ച അനേക പ്രിയപ്പെട്ടവർ ആ പട്ടണത്തിൽ, ആ നഗരത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ വചനം വിളിച്ചു പറയുന്നു, അവരെല്ലാവരെക്കാളും അല്ലെങ്കിൽ പലരെക്കാളും ഇവനുണ്ടായിരുന്ന 2 ഗുണങ്ങൾ. ഒന്ന്, അവൻ പലരെക്കാളും വിശ്വസ്തനായിരുന്നു. 2, അവൻ പലരെക്കാളും ദൈവഭയമുള്ളവനായിരുന്നു. ഈ തലമുറയിൽ ദൈവം അത് അന്വേഷിക്കുകയാ. ഇന്ന് രാത്രി ദൈവം നിന്നോട് ചോദിക്കുന്നു, ഈ തലമുറയിൽ നീ പലരെക്കാളും വിശ്വസ്തനാണോ? ഈ തലമുറയിൽ നീ പലരെക്കാളും ദൈവഭയമുള്ളവനാണോ എന്ന് യഹോവയായ ദൈവം ഇന്നു രാത്രി എന്നോടും നിന്നോട് ശക്തമായി ചോദിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം വിശ്വസ്തനാ. ദൈവം ഒരിക്കലും അവിശ്വസ്ത കാണിക്കില്ല. അവനൊരിക്കലും അവിശ്വസ്തമായ പ്രവൃത്തിയിലേക്ക് ഒരിക്കലും പോകുന്ന ഒരു ഭക്തൻ ദൈവമല്ല. സ്തോത്രം. എപ്പോഴും അവൻ വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ വിശ്വസ്തനായ ദൈവം തന്നെ സേവിക്കുന്ന തൻ്റെ ജനം, തൻ്റെ ദാസന്മാർ, തൻ്റെ ദാസിമാർ വിശ്വസ്തരായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി കർത്താവ് 2 സുപ്രധാനമായ പോയിന്റുകൾ ഈ രാത്രി നമുക്ക് നൽകുകയാണ്. ഇവൻ്റെ 2 ഗുണങ്ങൾ ചിന്തിക്കുന്നു. ഒന്ന്, അവൻ വിശ്വസ്തനായൊരു ഭക്തനായിരുന്നു. എന്താ ഈ വിശ്വസ്തതയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം? ഒന്നാമത്തെ പ്രാധാന്യമാണ്,
നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ ദൈവത്തെ നാം സേവിക്കണമെങ്കിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിശ്വസ്ത ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. കാപട്യം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഈ ലോകത്തിൻ്റെതായ മ്ലേച്ഛത ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഈ ലോകത്തിൻ്റെതായ തലങ്ങൾ സ്തോത്രം, അതിൻ്റെ സുഖ സൗകര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ ദൈവം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വിശ്വസ്തനാകിയാൽ നിങ്ങളും വിശ്വസ്തരായിരിപ്പീൻ. പ്രൈസ് ഗോഡ്. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവനത് നിവർത്തിപ്പാൻ ശക്തനെന്ന് തെസ്സലോനിക്ക ലേഖനം വിളിച്ചു പറയുമ്പോൾ ഇന്നു രാത്രി ദൈവത്തിന്റെ പൈതലേ, സ്വർഗം വിളിച്ചു പറയുകയാ, നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാ. എന്നാൽ ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ശോധന ചെയ്ത് ചോദിക്കുക, ദൈവം വിശ്വസ്തനായിട്ട് ഇന്നലകളെല്ലാം കൂടെ ഉണ്ടായിരുന്നു, പോട്ടെ ഈ കഴിഞ്ഞ നിമിഷം പോലും, ഈ കഴിഞ്ഞ മിനിറ്റ് പോലും ദൈവം നമ്മോട് കൂടെയുണ്ട്. ഞാൻ ദൈവസ്ഥല വിശ്വസ്തനാണോ? ഈ രാത്രി കർത്താവ് നമ്മോട് വ്യക്തമായി ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭക്തന്മാരൊക്കെയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അവിശ്വസ്ത കാണിപ്പാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ സേവിച്ച ഭക്തന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് ഓടി വരാം. 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 1 മുതൽ അങ്ങ് വായിച്ചാട്ട്. 6:1 മുതൽ ഭക്തനായ ദാനിയേലിനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. ദര്യാവേശ് രാജാവിന് ഇഷ്ടം തോന്നി. ഈ 3 പേരിൽ ഒരുവനാണ് ദാനിയേൽ. അടുത്തതാ ദാനിയേൽ. വായിച്ചോ. ഈ പ്രധാനപ്പെട്ട പൊസിഷൻ വഹിക്കുന്ന, പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ഈ ഭക്തനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അവൻ ഉത്കൃഷ്ട മാനസൻ. അടുത്തതാ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന വ്യക്തിയാണ് ദാനിയേൽ. അടുത്തതാ കാരണം അടുത്തത്, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്. നോക്കണമേ, രാജ്യത്തിന്റെ ടോപ്പാണ്. രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാര പദവിയാണ് ദാനിയേലിന്റെ മേൽ നിൽക്കുന്നത്. അത്രമാത്രം അധികാര പദവി ഉള്ളവന് അവൻ എന്ത് അവിശ്വസ്ത വേണമെങ്കിലും കാണിക്കാം. അത് രാജാവിനെ അറിയിക്കണമെന്നില്ല. രാജാവിനെ മറച്ചു വെച്ചുകൊണ്ട്, രാജാവിൻ്റെതായ എല്ലാ കാര്യങ്ങളെയും മറച്ചുകൊണ്ട്, സൈന്യാധിപന്മാരെ മറച്ചുകൊണ്ട്, തൻ്റെ കീഴ് ജീവനക്കാരെ മറച്ചുകൊണ്ട് ഈ ദാനിയേലിന് എന്ത് അവിശ്വസ്തമായ പ്രവൃത്തിയും കാണിക്കാം. പക്ഷേ അവനെ കുറിച്ച് സ്വർഗം സാക്ഷീകരിക്കുന്നു, അവൻ വിശ്വസ്തനായതുകൊണ്ട്. അവനെ കുറിച്ചൊരു തെറ്റും, അവനെ കുറിച്ചൊരു കുറ്റവും ലോക മനുഷ്യന്, അവന്റെ കൂടെയുള്ള സഹജീവനക്കാർക്ക് കണ്ടുപിടിപ്പാൻ കഴിഞ്ഞില്ല. കാരണം അവൻ ദൈവഭക്തൻ മാത്രമല്ല, അവൻ വിശ്വസ്തനായിരുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗം നമ്മോട് വിളിച്ചു ചോദിക്കുന്നു, നാം വിശ്വസ്തനാണോ? പ്രൈസ് ഗോഡ്. 2 തലങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കണം. ഒന്ന് ദൈവത്തിൻ്റെ മുൻപാകെയും, 2 മനുഷ്യരുടെ മുൻപാകെയും. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ലോക മനുഷ്യൻ്റെ മുൻപിൽ നാം വിശ്വസ്തരായിരിക്കണം. 2 ദൈവത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. 2 തലങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കണം. മനുഷ്യരുടെ മുൻപാകെ വിശ്വസ്തനായിരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ സഭാതലത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഒക്കെയുള്ള വിശ്വസ്തതയെക്കുറിച്ച് വരുന്നത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എൻ്റെ വിഷയം അതല്ല. നാം ആ ഭാഗം പഠിച്ചു വരുമ്പോൾ ഇത്രമാത്രം വിശ്വസ്തനായിരുന്ന ഭക്തനെ കുറിച്ചാണ് 6-ാം അധ്യായം വിളിച്ചു പറയുന്നത്. ഈ ഭക്തന്റെ വിരോധമായിട്ട് രേഖ എഴുതി ഉണ്ടാക്കി സിംഹത്തിന്റെ ഗുഹയിലേക്ക് തള്ളുവാനിടയായി തീർന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രികാലം ദൈവത്തിൽ ഇത്രമാത്രം വിശ്വസ്തനായിരിക്കുന്ന ഒരു ഭക്തനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് തള്ളിയിട്ടിട്ട് ദൈവം മാറിപ്പോകുന്നവനാണോ? ഇന്ന് രാത്രി ചിന്തിച്ചു നോക്ക്. വിശ്വസ്തയോടെ പ്രവർത്തിച്ച ആ ഭക്തനെ സിംഹത്തിന്റെ ഗുഹയിൽ തള്ളിയിട്ടെങ്കിലും സ്തോത്രം, ദൈവത്തിന്റെ കരം ചലിച്ച് അവിടുന്ന് വിടലുമായി പിന്നത്തേതിൽ വെളിപ്പെട്ട ദൈവം
ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയുന്നു, ഒരു വിടുതലിന് വേണ്ടി നീ ആഗ്രഹിക്കുമ്പോൾ സ്വർഗം ചോദിക്കുന്നു, നീ വിശ്വസ്തനാണോ, നീ വിശ്വസ്തയാണോ? എന്റെ കരം നിനക്ക് വേണ്ടി സ്തോത്രം ചലിക്കും. ശത്രു എത്ര ശക്തനായിരുന്നാലും, നിന്റെ മുൻപിൽ വന്ന പ്രശ്നം എത്ര വലുതായിരുന്നാലും, നീ വിശ്വസ്തയോടാണെങ്കിൽ എന്റെ കരം ചലിക്കും. നീ അതിൽ തകരത്തില്ല, നീ അതിൽ ഉടഞ്ഞു പോകത്തില്ല, നീ അതിൽ ഈ ലോകത്തിന് മുമ്പാകെ അപമാന വിഷയമായി മാറില്ല. പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. പ്രശ്നങ്ങളെ അതിജീവിക്കണമോ, പ്രതിബന്ധങ്ങളെ അതിജീവിക്കണമോ, സ്തോത്രം ഈ ലോകത്തിൻ്റെതായ കഷ്ടതയെ ജയിക്കണമോ, ജീവിതത്തിൽ വിശ്വസ്തത എന്ന ഒരു ഗുണമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മുമ്പിൽ പ്രശ്നം വന്നു, അവനതിൽ തകർന്നു പോയില്ല. സിംഹത്തിന് ഗുഹയിലേക്ക് വീഴ്ത്തപ്പെട്ടു, പക്ഷെ പരാജയപ്പെട്ടില്ല. കാരണം അവൻ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ആ ഭക്തന് വിശ്വസ്തനായതുകൊണ്ട് അവൻ തകരുവാൻ ദൈവം അനുവദിച്ചില്ല. മറ്റൊരു ഭക്തനിലേക്ക് ഓടിച്ചല്ല. എബ്രായ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലെ ഒരു ഭക്തനെ അവർ എടുത്തു പറയുന്നുണ്ട്. എബ്രായർ 3-ാം അധ്യായം അതിന് 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലെ ഒരു ഭക്തനെ അവർ എടുത്തു പറയുകയാണ്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാ, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ. അവിടെ 3-ാം അധ്യായം 2-ാം വാക്യം വിളിച്ചു പറയുന്നു, മോശ എന്ന പഴയ നിയമ ഭക്തൻ അവൻ അങ്ങനെയുള്ളവനായിരുന്നു. അവൻ ദൈവത്തെ ഭയപ്പെടുമ്പോൾ തന്നെ, അവൻ ദൈവികമായ ഗുണങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ അവനെക്കുറിച്ച് സ്വർഗം പറഞ്ഞിരിക്കുന്നൊരു വാക്ക് നോക്ക്. പുതിയ നിയമ ഭക്തനായ പൗലോസ് രേഖപ്പെടുത്തുകയാണ്, അവൻ മോശ അവൻ സകലത്തിലും അവൻ സ്തോത്രം വിശ്വസ്തനായിരുന്നു എന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. അവൻ വിശ്വസ്തനായ ഭക്തനായിരുന്നു കൊണ്ടാണ് ദൈവം അവനെ ഉപയോഗിപ്പാനിടയായി തീർന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയും സ്വർഗം നമ്മോട് പറയുന്നു, എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ദൈവം വിശ്വസ്തന്മാരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിശ്വസ്തകളെ തെരഞ്ഞുകൊണ്ടിരിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി ദൈവം നിന്നെ സ്പർശിക്കണമോ, അവൻ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം. പെർഗമോ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഓടി വന്നാൽ, രണ്ടാമത്തെ സഭയായ പെർഗമോ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ അവിടെ ഒരു വിഷയം ദൈവാത്മാവ് എടുത്തു പറയുന്നുണ്ട്. 2-ാം അധ്യായം 13-ാം വാക്യത്തിലേക്കൊന്ന് വന്നാട്ട്. 2-ാം അധ്യായം 13-ാം വാക്യം. എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ ഈ സഭയ്ക്കകത്ത് ഒരു നല്ല ഭക്തനെ എടുത്തു പറയുക. എന്താ? അന്തിപ്പാസ് എന്ന ഭക്തനെ എടുത്തു പറയുന്നു. അവൻ ആരാണ്? അവൻ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയും അവൻ ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുൻപാകെയും വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെയും സഭയ്ക്ക് എടുത്തു പറയുന്ന വിശ്വസ്തത എടുത്തു പറയുകയാണ്. ഇന്ന് രാത്രികാലം സ്വർഗം നമ്മോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ പൈതലേ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. പ്രതികൂലങ്ങൾ മുൻപിൽ വരാം, പ്രതിസന്ധികൾ മുൻപിൽ വരാം, പലവിധമായ പ്രതിബന്ധങ്ങൾ നമ്മുടെ മുൻപിൽ വരാം. എന്നാൽ വിശ്വസ്തയോടായിരിക്കുമോ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാനിടയായിത്തീരും. എന്തിനാ വിശ്വസ്തതയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളിൽ ഒരു ഫലമാണ് വിശ്വസ്തത. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് ഓടി വരാം. അതിൻ്റെ 22-ാമത്തെ വാക്യം, ഗലാത്യർ 5:22. ആത്മാവിന് 9 ഫലം നമുക്ക് മനപ്പാടമാണ്. ആ 9 ഫലത്തിനകത്ത് ഒരു ഫലം കിടപ്പുണ്ട്, വിശ്വസ്തത. വായിക്കാം. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. നമ്മൾ പലപ്പോഴും ദൈവസ്ഥലായിരുന്നു പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും ആത്മാവിൻ്റെ വരങ്ങൾക്ക് വേണ്ടിയാ, ആത്മാവിൻ്റെ കൃപകൾക്ക് വേണ്ടിയാ, ആത്മശക്തിക്ക് വേണ്ടിയാ. നാം അത് പ്രാർത്ഥിക്കേണ്ടെന്നും പ്രാപിക്കേണ്ടെന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ആത്മകൃപ പ്രാപിക്കുമ്പോൾ, ആത്മശക്തി പ്രാപിക്കുമ്പോൾ, ആത്മാവിൽ നിറയുമ്പോൾ, ആത്മാവിൻ്റെ വരങ്ങളാൽ നാം നിറഞ്ഞ് ശുശ്രൂഷിക്കുമ്പോൾ ദൈവാത്മ നമ്മോട് പറയുന്നു, നമ്മിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്.
ആത്മബലം ഒരു ഭാഗത്തും ആത്മബലം ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ദൈവപ്രവൃത്തി അല്ല. സ്തോത്രം. ആത്മാവിൻ്റെ വരമുണ്ടോ അവൻ്റെ മേൽ ആത്മാവിൻ്റെ ഫലമുണ്ടായിരിക്കും. സ്നേഹം തുടങ്ങി, സന്തോഷം തുടങ്ങി. അതാണ് യഥാർത്ഥമായ ഭക്ത എന്ന് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ ഈ രാത്രി സ്വർഗം വിളിച്ചു പറയുന്നു, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആത്മാവിന്റെ സ്പർശനം അനുഭവിച്ച് ആരാധിക്കുന്ന പ്രിയ സഹോദര, പരിശുദ്ധാത്മ പറയുന്നു ഈ ഫലങ്ങൾ നിന്നിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ശത്രുവിന്റെ മേൽ നിനക്ക് ജയമെടുക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. ഈ ലോക മനുഷ്യന് മുൻപാകെ നമുക്ക് നല്ല സാക്ഷ്യം പുലർത്തുവാൻ കഴിയുകയുള്ളൂ. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. ഈ വിശ്വസ്തന ഉള്ളത് കൊണ്ട് ഒരു കോട്ടയുടെ അധിപനായ ഹനന്യാവിനെ ഈ നെഹമ്യാവെന്ന ദൈവഭക്തൻ ആമേൻ നഗരത്തിൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവെത്തുകയാണ്. സ്തോത്രം. നാം വിശ്വസ്തയോടെ ദൈവത്തിലായിരിക്കുമെങ്കിൽ നമ്മെ ദൈവം ഉയർത്തുവാനിടയായി തീരും. നമ്മെ പടിപടിയായിട്ട് സ്റ്റെപ്പ് ആയിട്ട് ദൈവം ഉയർത്തിയെടുത്ത് മാനിപ്പാനിടയായി തീരും. ഈ രാത്രി കർത്താവ് പറയുന്നു, വിശ്വസ്തയോടെ ആയിരിക്കുമെങ്കിൽ ഈ പട്ടണത്തിൽ ഞാൻ നിന്നെ മാനിക്കാം. ആമേ സ്തോത്രം. ആത്മീകമായ തലത്തിലും ഭൗമിക തലത്തിലും ഞാൻ നിന്നെ അനുഗ്രഹിപ്പാൻ പദ്ധതിയിടുന്നു. അതുകൊണ്ടാണ് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ പ്രാരംഭരാത്രി പറയുന്നു, വിശ്വസ്തയോടെ ഈ ദിവസങ്ങൾ ദൈവങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയൂ. ആമേൻ. വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ സ്വഭാവ ഗുണത്തിലേക്ക് വരികയ. ഈ ഭക്തന്റെ രണ്ടാമത്തെ സ്വഭാവ ഗുണം, ഇവൻ വിശ്വസ്തൻ മാത്രമല്ല, പിന്നെയോ അവൻ ദൈവഭക്തൻ അഥവാ ദൈവ ഭയമുള്ളവൻ. അല്ലേ? സ്തോത്രം. ഫിയർ എന്ന വാക്കാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ദൈവ ഭയമുള്ളവൻ, ആ ഒരു പദം അവിടെ അലങ്കരിക്കപ്പെടുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവ ഭയമുള്ളവൻ. ഈ കാലഘട്ടത്തിലേക്ക് നാം നോക്കുമ്പോൾ ദൈവഭയം നഷ്ടപ്പെടുകയാ. സ്തോത്രം. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ ആധുനിക തലമുറ ചോദിക്കുന്നു, ദൈവം എവിടെ? എന്താ ദൈവം? ദൈവത്തെ കാണാൻ പറ്റുമോ? തുടങ്ങിയുള്ള ഒട്ടനവധി വിമർശന ചോദ്യങ്ങളുമായി ഇന്നത്തെ ആത്മീയതയുടെ ന്യൂ ജനറേഷൻ ഈ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ ആദിമ കാലത്ത് ദൈവത്തിൽ മുഴങ്കാൽ മടക്കി ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച ഭക്തന്മാരുടെ മേൽ പകർന്ന അതേ വിടുതലും ഈ കാലഘട്ടത്തിലും ദൈവത്തിന് പകരുവാൻ പദ്ധതിയുണ്ട്. എന്നാൽ നാം ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം. സ്തോത്രം. ഫേസ്ബുക്കും വാട്സാപ്പും തുടങ്ങി ഇന്റർനെറ്റ് സംവിധാനങ്ങൾ നാം ഇന്ന് ലഭിച്ചിരിക്കുമ്പോൾ ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, സ്തോത്രം, TV ചാനലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, പ്രൈസല്ലോ, ഇന്ന് ഏറ്റവും കൂടുതൽ ഫിലിം കാണുന്നത് പെന്തക്കോസ്തുകാരാ. സിനിമ സീരിയൽ കണ്ടുകൊണ്ടിരിക്കപ്പെടുകയാണ്. സ്തോത്രം. പല തലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മളാരും കണ്ടു എന്നുള്ള അർത്ഥത്തിലല്ല. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, സീരിയലുകളും സിനിമകളും കണ്ടുകൊണ്ട് ഇന്നത്തെ യുവതലമുറ തുടങ്ങി സ്തോത്രം പ്രായമുള്ളവർ പോലും അതിനടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കപ്പെടുമ്പോൾ സ്വർഗം നമ്മോട് വിളിച്ചു ചോദിക്കുന്നു, ഞാൻ നിന്നോട് കൽപ്പിച്ച വിശുദ്ധി എവിടെ? ഞാൻ നിന്നോട് കൽപ്പിച്ച വേർപാട് എവിടെ? എന്റെ വചനത്തോടെ ഞാൻ നിന്നോട് സംസാരിച്ചിരിക്കുന്ന വേർപെട്ട അനുഭവം എവിടെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദിമകാലത്ത് അശുദ്ധി എന്ന് പറഞ്ഞ് പൂർവിക പിതാക്കന്മാർ തള്ളി മാറ്റിയ പലതും ഇന്നത്തെ ന്യൂ ജനറേഷൻ ചോദിക്കുന്നു, അത് അശുദ്ധിയല്ല, വിശുദ്ധി എന്ന് പറഞ്ഞ് അതിന് പിന്നാലെ ഓടുമ്പോൾ ദൈവം നമ്മോട് വിളിച്ചു പറയുന്നു, അശുദ്ധിയെ വിട്ടുകൊണ്ട് വിശുദ്ധിയിലേക്ക് നീ ചുവടുവെക്ക്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ആദിമ പൂർവ്വ പിതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊക്കെ അശുദ്ധിയാ, അതൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതൊക്കെയും ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഇന്നത്തെ പുതിയ തലമുറ, സ്തോത്രം, ഇതൊന്നും അശുദ്ധിയല്ല, ഇതൊന്നും കുഴപ്പമില്ല, ഇതെല്ലാം വേണം, ഇതൊക്കെ ആവശ്യമാ, ആ ഒരു തലത്തിലേക്ക് എത്തപ്പെടുകയാണ്. ഈ രാത്രികാലം ദൈവാത്മനെ ഓർപ്പിച്ചുണർത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, വേദപുസ്തക പ്രമാണത്തിനകത്ത് നാം നിന്നാൽ ദൈവം നമ്മെ മാനിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. വ്യവസ്ഥ ദൈവം നൽകിയ വ്യവസ്ഥ അവസ്ഥയ്ക്കനുസരിച്ച് മാറത്തില്ല. ദൈവം നൽകിയ വ്യവസ്ഥ നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നതല്ല. ഏതെല്ലാം അവസ്ഥ വന്നാലും, ഏതെല്ലാം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും ദൈവം കൽപ്പിച്ച അതേ വ്യവസ്ഥ അത് ഇന്നും അതുപോലെയോ, അതിന് മാറ്റമില്ല, അതിന് വ്യത്യാസമില്ല, അത് മാറിക്കൊണ്ടിരിക്കില്ല. അത് അതുപോലെ പാലിക്കുന്ന തന്റെ ജനത്തെ അവർ ഇന്നും അനുഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്.
ഇന്നത്തെ ആത്മീയ ലോകത്തിനില്ലാത്ത ദൈവിക ഭയം ജഡിക മനുഷ്യർക്കുണ്ട്. ഒരു തെളിവ് ഞാൻ എടുക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ഓടി വരാം. അവിടെ ആ ആ ആ ആ ആ ആ ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുകയാണ്. അവിടെ 2 സൂതി ഗർഭിണികളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഫറവോൻ പറഞ്ഞു, നിങ്ങൾ ഇസ്രായേൽ സ്ത്രീകളുടെ അടുക്കൽ ചെന്നിട്ട് അവർ പ്രസവിക്കുന്ന സമയത്ത് ആൺകുഞ്ഞാണെങ്കിൽ അത് എന്ത് ചെയ്യണം? കൊല്ലണം. പെൺകുഞ്ഞാണെങ്കിൽ കൊല്ലണ്ട. ഈ ഒരു കൽപ്പനയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സൂതി ഗർഭിണികൾക്ക് ഒരു ദൈവഭയമുണ്ട്. ഞാൻ കൊല്ലാൻ പോകുന്നത് ദൈവജനത്തിൻ്റെ തലമുറയാണ്. അത് എൻ്റെ മേൽ ന്യായവിധി വരും, എന്നെ ദൈവം ന്യായം വിധിക്കുമെന്നൊരു ഭയം അവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. സ്തോത്രം. താഴ്ത്ത് വായിച്ചു വിട്ടാൽ ആ തെളിവോടെ രേഖപ്പെടുത്തി വേഗത്തിൽ. ആ ആ സൂതി ഗർഭിണികൾ എന്ത് ചെയ്തു? അവർ ദൈവത്തെ ഭയപ്പെട്ടു. അല്ലേ? അവർ സേവിക്കുന്നത് അന്യദേവനെയാ, മിശ്രേമ്യ ദേവന്മാരെയാണ് അവർ സേവിക്കുന്നത്. മിശ്രേമ്യ ഫറവോനെയാണ് അവർ സേവിക്കുന്നത്, ജോലി ചെയ്യുന്നത്. എന്നാൽ ആ തലത്തിൽ നിൽക്കുമ്പോഴും അവർക്കൊരു ഭയമുണ്ട്. ഇസ്രായേൽ മക്കളുടെ ദൈവം ജീവനുള്ള ദൈവമോ, അതിനെ ഞാൻ ഭയപ്പെട്ടേ മതിയാവുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ആരാധിച്ചാൽ കെട്ടുകൾ അഴിയുമെന്ന് ലോകക്കാർക്കറിയാം. ദൈവമക്കൾ ആരാധിച്ചാൽ ലോക മനുഷ്യൻ്റെതായ ശക്തികൾ അവിടുന്ന് ഇളകി മാറുമെന്ന് ലോകക്കാർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്കിപ്പോഴും ഉറപ്പില്ല, ഞാൻ ആരാധിച്ച കെട്ട് പൊട്ടുമോ? പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഓരോ സൺഡേയിലും ആരാധന കഴിഞ്ഞിട്ടും പിന്നെയും പറയും, പാസ്റ്ററെ ഇന്ന വിഷയമുണ്ടെന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കണമെന്നല്ല, സ്തോത്രം. നമ്മുടെ വിശ്വാസം ഇതാ. ഞാൻ പറയട്ടെ, ആരാധനയിലും ഉപവാസത്തിലും പങ്കെടുക്കുമ്പോൾ ദൈവം നിന്റെ മേൽ കരം വെക്കുകയാ, നിന്റെ കെട്ടുകളെ പൊട്ടിക്കുകയാ, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുകയാ, നിന്റെ മേൽ സൗഖ്യം വെളിപ്പെടുകയാ. സ്തോത്രം. ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. കാരണം ആരാധന മാനുഷികമല്ല, ആത്മാവിന്റെ ശക്തിയാ ഇറങ്ങി വരുന്നത്. അത് സ്വർഗത്തിലെ ശക്തിയാ. ആ ശക്തി വ്യാപരിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടുക മാത്രമല്ല, ആമേൻ, വിഷയത്തിന് മേൽ പരിഹാരമാണ് വ്യാപരിക്കുന്നത്. സ്തോത്രം. ഈ സൂതി ഗർഭിണികൾക്ക് ഒരു ദൈവഭയം ഉണ്ടായിരുന്നു. ഇവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ഇവർക്കൊരു നന്മയുണ്ടായി. താഴ്ത്ത് വായിക്കാം. അവർക്ക് ദൈവഭയം ഉള്ളതുകൊണ്ട് അവർ കൊല്ലാൻ പോയില്ല. അടുത്തത് ആ ആ ആ ആ ആ അവിടെ ബുദ്ധിപരമായിട്ട് ആ സൂതി ഗർഭിണികൾ പറഞ്ഞു. അല്ല, രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞില്ല ദൈവഭയം ഉള്ളതുകൊണ്ട് ഞാൻ കൊല്ലത്തിലെന്നല്ല പറഞ്ഞത്. വളരെ ബുദ്ധിപരമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെല്ലും മുമ്പേ അവിടെ പ്രസവം കഴിഞ്ഞിരിക്കും, കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബുദ്ധിപരമായിട്ട് ഇടപെടുകയാണ്. ചില തലങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ ഇടപെട്ടേ പറ്റൂ. ബുദ്ധിപരമായിട്ട് ഇടപെടണം, പരിജ്ഞാനത്തോടെ ഇടപെടണം. കള്ളം പറയാനല്ല, പരിജ്ഞാനത്തോടെ ഇടപെടണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. കള്ളമല്ല, പരിജ്ഞാനം ആവശ്യം. ആമേൻ. ഇവിടെ താഴ്ത്ത് വായിക്കാം. ഇവർ ഈ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് എന്താണെന്നറിയാം, ഇവർക്കൊരു വർധനവ് ദൈവം കൽപ്പിച്ചു. വായിക്കാം. അതുകൊണ്ട് ദൈവം സൂതി ഗർഭിണികൾക്ക് നന്മ ചെയ്തു. അടുത്തത് ആമീൻ. ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കണമേ ദൈവമക്കളെ. ആമീൻ. ദൈവത്തെ ഭയപ്പെട്ട സൂതി ഗർഭിണികളെ ദൈവം വെറും കയ്യോടെ വിട്ടില്ല. ആമീൻ. ദൈവം അവർക്ക് നന്മ ചെയ്തു, അവർക്ക് കുടുംബ വർധനവ് കൊടുത്തു, ദൈവം അവരെ മാനിച്ചു. അന്യദേവനെ സേവിക്കുമ്പോഴും ദൈവത്തെ ഭയപ്പെട്ട സൂതി ഗർഭിണികളെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് രാത്രി മറക്കരുത്. ആമീൻ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം. സ്തോത്രം. ആമേൻ. നാം ദൈവത്തെ എല്ലാ തലങ്ങളിലും ഭയപ്പെടണം. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന ഭൗമികമായ നമ്മുടെ എല്ലാ തലങ്ങളിലും കാണിക്കുകയല്ല. ദൈവത്തെ ഭയപ്പെടുന്നതിന് വ്യക്തമായി തെളിവ് വരുന്നത്
നമ്മുടെ രഹസ്യ ജീവിതത്തിലുള്ള പ്രവർത്തനത്തിലാണ്. തെളിവ് ഞാൻ തരാം. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോസഫ് പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഇവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നുകൊണ്ട് സകലത്തിന്മേലും അവൻ കൃതാർത്ഥനായി. അഥവാ എല്ലാ കാര്യവും നടക്കുകയാണ്. പോത്തിഫറിന് മനസ്സിലായി ഇവനോടുകൂടെ ദൈവമുണ്ട്. അതുകൊണ്ട് പോത്തിഫർ ഇവൻ്റെ സകല കാര്യങ്ങൾക്ക് ഇവനെ മേലധികാരിയാക്കി വെച്ചു. അങ്ങനെ ഇവൻ മേലധികാരി ആയിരിക്കുമ്പോൾ തന്നെ ഇവൻ സൗന്ദര്യമുള്ളവനും നല്ല കോമളനുമായതുകൊണ്ട് പോത്തിഫറിൻ്റെ ഭാര്യ ഇവനെ കണ്ണുവെച്ചു. ഇവനോട് എല്ലാ ദിവസവും പറയും, എന്നോടുകൂടെ ശയിക്കുക, മ്ലേച്ഛത പ്രവർത്തിപ്പാൻ എന്നോട് വാ എന്ന് പറഞ്ഞ് ഇവനെ എപ്പോഴും ബുദ്ധിമുട്ടിക്കും. എന്നാൽ ഇവൻ അതിന് വഴങ്ങിയില്ല. കാരണം അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 39:7 തൊട്ട് പെട്ടെന്ന്. ആ ആ ആ ആ ആ ആ ആ ആ ആ അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച്. അപ്പോൾ ദൈവഭയം അവിടെ നിൽക്കുകയാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പുറമെ പ്രകടിപ്പിച്ച് കാണിക്കുക എല്ലാവരും ചെയ്തത്. അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില പോരാട്ടങ്ങൾ കടന്നു വന്നു. ആ പോരാട്ടങ്ങളുടെ മുമ്പിലും അവൻ ദൈവഭയമുള്ളവനായിട്ട് പിടിച്ചു നിൽക്കുകയാണ്. അവൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, എല്ലാവരും കാണുക ദൈവഭയം ഉണ്ടെന്ന് നാം പ്രകടിപ്പിക്കുകയല്ല. അവൻ ദൈവാത്മ നമ്മോട് പറയുന്നു, നിന്റെ രഹസ്യ ജീവിതത്തിൽ വശീകരണ തന്ത്രങ്ങളുമായി പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ അവിടെയാ നിന്റെ ദൈവഭയം വെളിപ്പെട്ടു വരേണ്ടത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വശീകരണ തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട്, മ്ലേച്ഛതയുടെ മണ്ഡലങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇന്നത്തെ തലമുറയെ ദുഷ്ടപിശാച് മ്ലേച്ഛതയിലേക്ക് വലിച്ചടിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ പൈതലേ, അവൻ ദൈവത്തെ ഭയപ്പെടുക, മ്ലേച്ഛതയിലേക്ക് പോകരുത്, പാപത്തിലേക്ക് പോകരുത്. ദൈവം നമ്മെ കാണുന്നുണ്ട്. മഹാകോപത്തിന് നാം കാരണമാകരുത്. അവൻ നമ്മെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കർത്താവ് ശക്തമായൊരു ഉപദേശം കൊണ്ടുവരികയും നീ ദൈവത്തെ ഭയപ്പെടുവാൻ തയ്യാറാകണം. ആമേൻ. നമ്മുടെ ഉള്ളിൽ ദൈവഭയം ഉണ്ടായിരിക്കണം. സ്തോത്രം. ദൈവം എന്നെ കാണുന്നുണ്ട്. ഒരു കാര്യം കൂടെ വായിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ആമേൻ, സ്തോത്രം. അവിടെയും നെഹമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോഴും അവൻ ദൈവഭയമുള്ളവനായിരുന്നു. 5-ാം അധ്യായം 15-ാം വാക്യം. ആ ആ ആ അവിടെ നോക്കണമേ, നേരത്തെ ഉണ്ടായിരുന്ന അവിടുത്തെ അധിപതികൾ കൈക്കൂലിയൊക്കെ വാങ്ങി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നെഹമ്യാവ് അത് ചെയ്തില്ല. എന്താ കാരണം? അടുത്ത സെന്റൻസ്. ആ ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. കാരണം മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യുവാൻ സാധിക്കില്ല. മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് പ്രവർത്തിപ്പാൻ കഴിയില്ല. മറ്റുള്ളവർ നടക്കുന്ന പോലെ എനിക്ക് നടക്കുവാൻ കഴിയില്ല. കാരണം എൻ്റെ മേലൊരു ദൈവഭയമുണ്ട്. സ്തോത്രം. ഈ രാത്രി സ്വർഗം നമ്മോട് വിളിച്ചു പറയുന്നു, ലോകം നടക്കുന്ന പോലെ നടക്കുവാൻ നമുക്ക് അനുവാദമില്ല. ലോകക്കാർ പോകുന്ന പോലെ പോകാൻ നമുക്ക് അനുവാദമില്ല. കാരണം ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നു, നീ ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ സ്വർഗം നമ്മോട് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 147 സമയം വളരെ പരിമിതമാകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. 147 സങ്കീർത്തനം 1-2 വാക്യം കൂടെ വായിച്ച ഞാൻ ആമീൻ പറയുകയാണ്. 147 സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 147 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യഹോവയാം ദൈവം വിളിച്ചു പറയുകയാണ്, തന്നെ ഭയപ്പെടുന്ന ആമീൻ തന്നെ ഭയപ്പെടുകയും തന്നെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ. അതുകൊണ്ടാണ് സ്വർഗം പറയുന്നത്, നീ എന്നെ ഭയപ്പെടാൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മോട് പറയുന്നു, 147 11-ാം വാക്യം, തന്നെ ഭയപ്പെടുന്നവരിൽ, തൻ്റെ ദയയിൽ പ്രത്യാശ വെക്കുന്നവരിൽ യഹോവ. സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗം നമ്മോട് പറയുന്നു, കുഞ്ഞെ, ഞാൻ നിന്നെ അനുഗ്രഹിപ്പാനും
ഞാൻ നിന്നെ ഉയർത്തുവാനും നിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ 2 കാര്യം വേണം: വിശ്വസ്തതയും ദൈവഭയവും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അത് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് ഓർപ്പിച്ചുണർത്തുന്നു. പ്രസ്ഥാനമായി, സഭയായി, വ്യക്തിപരമായി നമ്മോട് കർത്താവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, വിശ്വസ്തതയോടെ, സൗമ്യതയോടെ നമുക്ക് ചുവട് മുന്നോട്ട് വെക്കാം. വിശ്വസ്തതയോടെ, ദൈവഭയത്തോടെ ചുവട് നമുക്ക് മുന്നോട്ട് വെക്കാം. സ്വർഗം നമ്മുടെ മേൽ വലിയ ചെയ്യുവാൻ ആഗ്രഹിക്കപ്പെടുകയാണ്. സ്തോത്രം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം കൂടെ. ദൈവത്തിന് മഹത്വം. 2 കൊരിന്ത്യർ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അതുകൊണ്ട് ദൈവിക വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ജഡത്തിൻ്റെതായ ആത്മാവിലേതായ കന്മഷങ്ങളൊക്കെ നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവാൻ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് വിളിച്ചു പറയുന്നത്, ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മേലൊരു വലിയ വാഗ്ദത്തമുണ്ട്. ആമേൻ. നിങ്ങളുടെ തലമുറ മേലൊരു വാഗ്ദത്തമുണ്ട്. നിന്റെ കുടുംബത്തിന് മേലൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം പ്രാവർത്തികമാകുവാൻ ജഡത്തിന്റെയും ആത്മാവിന്റെയും കന്മഷം നീക്കി ആമേൻ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികപ്പാൻ സ്വർഗം നമ്മോട് പറയുകയാണ്. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, ഈ ഉപവാസ ദിവസങ്ങളിൽ ദൈവിക വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ, ഈ ഉപവാസ ദിവസങ്ങളിൽ ദൈവിക നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ വിശുദ്ധിയെ തികയ്ക്കാം. ദൈവ ഭയത്തിൽ അമ്മ കന്മഷം മാറ്റാം. കരങ്ങളും അധരങ്ങളും ചലിപ്പിച്ച് ഒരു നിമിഷം കർത്താവിനെ ആരാധിക്കാമല്ലോ. ആമേ. കേൾക്കപ്പെട്ട ദൈവ ശബ്ദത്തിന് മുൻപാകെ വിശ്വസ്തയോടെ ദൈവ ഭയത്തോടെ ജീവിപ്പാൻ ഈ രാത്രി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് വിരോധമായി പോരാടുന്ന, അതിന് വിരോധമായി പടവെട്ടുന്ന അന്ധകാരത്തിലെ സകല ശക്തികൾ ഉടഞ്ഞു മാറട്ടെ. ദൈവികമായ തലത്തിലേക്ക്, ദൈവികമായ പദ്ധതിയിലേക്ക്, ദൈവികമായ വിശുദ്ധിയിലേക്ക്, ദൈവിക സ്വഭാവത്തിലേക്ക് നിന്നെ എത്തിക്കാൻ സമ്മതിക്കാതെ അതിർവരമ്പുകൾ ഇട്ടുകൊണ്ട് പടവെട്ടുന്ന ദുഷ്ടകരങ്ങൾ ഇന്ന് രാത്രി ഉടയട്ടെ. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടതിന്, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, വിടുതലുകൾ അനുഭവിക്കേണ്ടതിന്. യെസ്. ശബ്ദവും കരവും ഒരുപോലെ ദൈവത്തെ വിളിച്ചു പറയുന്നു, നീ വിടുതലിന് വേണ്ടി മാത്രം പോരാടുകയല്ല, അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പോരാടുകയല്ല, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് കുഞ്ഞെ നീ എത്തപ്പെടാതിരുന്നാൽ ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കാൻ നിനക്ക് കഴിയത്തില്ല. യെസ്. ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിന്നെ എത്തിക്കാതിരിക്കാനാ പിശാച് പടവെട്ടുന്നത്. ദൈവത്തിൻ്റെതായ തലങ്ങളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാതിരിക്കാനാ ദുഷ്ടൻ അതിർവരമ്പിടുന്നത്. ഇന്ന് രാത്രി ആ അതിർവരമ്പുകൾ പൊട്ടട്ടെ. യെസ്. വൈഡം ധാരം ഭീപം പ്രൗഢം പ്രൗഢം ജാതം ചൂബസ് കംദല അഡാബാബ റീഖാബാന ഹൗഡാരാബ അംദലാബ റീഖാരംദ വൈഡരാബ. യെസ്. ശക്തിയോടെ, ശക്തിയോടെ. പോരാ പോരാ പോരാ. ഇന്ന് രാത്രി ദൈവമുഖത്തേക്ക് നോക്കി ആരാധിക്കാം. ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, നീ ആഗ്രഹിച്ച തലത്തിൽ ഞാൻ എത്തിയിട്ടുണ്ടോ? നീ പറഞ്ഞിരിക്കുന്ന പദ്ധതിയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രികാലം അതിന് വിരോധമായി പടവെട്ടുന്ന ദുഷ്ടന്റെ കരങ്ങളെ കണ്ട് ശാസിക്കാം. അടകം തകടം പ്രൗഢം പ്രാതം ചൂപം പ്രൗഢ അടകല പൗഢം റീക്കബരം തല മൗഡൽപാല ചൂപാരാബ അടകാരം ദ വൈഡം പ്രാതം ചൂപ പ്രൗഢം പ്രൗഢം പ്രാത ഊഡബാബ റീക്കരം ദ വൈഡരാബ ശീകരാബ അടകാരം തല മൗഡൽപാല ചൂക്കൽ കൗഡ രംദാരാബര ഉടവം പ്രൗഢം ചകലം പ്രാതം ഭ്രീപം പ്രൗഢ പ്രൗഢ രംദല. ആമേൻ. ഓ ഹല്ലേലൂയ. ആടരാബ രേബാരാബ ശംദാലാബ വൈഡാരാബ ദീകൽ കൽക രംദലാബ രേബാരം ദ വൈഡരാബ. യേശുവിന്റെ നിയമരക്തത്തിന്റെ ശക്തി, അവന്റെ വചനത്തിന്റെ ശക്തി, അവന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം വെളിപ്പെടട്ടെ. ഓ ഹല്ലേലൂയ.
കർത്താവ് വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. ആമേൻ. വാഗ്ദത്തങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നാം ചെന്നില്ല എങ്കിൽ ഈ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിലേക്ക് നമ്മുടെ ചുവടുകൾ ചെന്നില്ല എങ്കിൽ ദൈവികമായ അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി നിന്നെക്കുറിച്ച് പിശാച് പ്ലാൻ ചെയ്യുന്നത് ഇത് തന്നെയാ. ദൈവം പറഞ്ഞിരിക്കുന്ന പദ്ധതിയിൽ നീ ചെല്ലരുത്. ഹല്ലേലൂയ. വിടുതലിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആത്മാവ് ഓർപ്പിച്ചുണർത്തുന്നു. വിശ്വസ്തയോടെ, ദൈവഭയത്തോടെ, ദൈവം പറഞ്ഞ വ്യവസ്ഥയിലേക്ക് ചുവട് മുന്നോട്ട് വെക്ക്. ആമേൻ. നീ അറിയാതെ നിന്റെ ഭവനത്തിലേക്ക് നന്മകൾ വരാൻ തുടങ്ങും. നീ അറിയാതെ നിന്റെ കുടുംബത്തിലേക്ക് വിടുതലുകൾ വ്യാപരിക്കാൻ തുടങ്ങും. നീ അറിയാതെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവിക ഉയർച്ചകൾ വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ. യോസേഫ് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷേ അവൻ ദൈവത്തെ ഭയപ്പെട്ടു. മോശ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, അവൻ ദൈവത്തിൽ വിശ്വസ്തനായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഭക്തന്മാരൊക്കെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷേ അവർ വിശ്വസ്തയോടെ ദൈവ ഭയത്തോടെ നിന്നു. അവരെ സ്വർഗ്ഗം പടിപടിയായി ഉയർത്തിയെടുത്തു. അതിനായിട്ട് ഒരുങ്ങുവാൻ ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവോരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച തരത്തിലേക്ക് എനിക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവാത്മ നമ്മോട് ഇന്ന് രാത്രികാലം ആവർത്തിച്ച് ചോദിക്കുന്നു, ദൈവം പറഞ്ഞ വിശ്വസ്തത നീ ആയിത്തീർന്നിട്ടുണ്ടോ? പുറമെ ആരാധിക്കുന്ന, പാടുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഭയമുണ്ടോ? അതോ ദൈവസഭയിൽ വരുമ്പോൾ മാത്രമാണോ നിന്റെ ദൈവഭയം? പുറത്തു പോകുമ്പോൾ ആ ദൈവഭയമുണ്ടോ? സ്തോത്രം. ലോകത്തിൻ്റെതായ തലങ്ങളിലേക്ക് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിന്നിൽ ആ ദൈവഭയമുണ്ടോ? രഹസ്യ ജീവിതത്തിൽ ആ ദൈവഭയമുണ്ടോ? ഈ രാത്രി കർത്താവ് നമ്മോട് ചോദിക്കുന്നു. ഇല്ല എങ്കിൽ ഈ രാത്രി ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, എന്നോട് ഇന്ന് രാത്രികാലം മനസ്സിലിയണം. അങ്ങ് ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്തുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം, സ്തോത്രം. ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ തലങ്ങളിലേക്കും എത്തുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പൂർണ്ണമായിട്ട് സമർപ്പിക്കാം, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്തൃകരങ്ങളിലേക്ക് രാത്രികാലം ഏൽപ്പിക്കാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു. എൻ്റെ പാപ ഭാരവുമായി അല്ലഭായേകുരക്ഷയേ, എൻ്റെ പാപ ഭാരവുമായി വല്ലഭായേകു രക്ഷയെ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു. എൻ്റെ പാപ ഭാരവുമായി വല്ലഭായേകു രക്ഷയേ, എൻ്റെ പാപ ഭാരവുമായി വല്ലഭായേകു രക്ഷയേ. നിനക്ക് വേണ്ടി ഉന്നതം വെടിഞ്ഞിറങ്ങി വന്നവൻ, കാൽവരി ക്രൂശ് നിനക്ക് വേണ്ടി സകലവും സഹിച്ചവൻ. ആമേൻ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ മുൻപിലും പതറാതെ നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി സകല പങ്കപ്പാടുകളും ഏറ്റവൻ. ഹല്ലേലൂയ. മുതുക് ഒഴിവുചാൽ പോലെ കീറിയപ്പോഴും, ആമേൻ, വേദന കൊണ്ട് പുളയുമ്പോഴും, തലയിൽ മുൾക്കിരീടത്താൽ, ആമേൻ, സ്തോത്രം, രക്തം ധാരധാര ഒഴുകിയിറങ്ങുമ്പോഴും, ആമേൻ, ആണികൾ തൻ്റെ ശരീരത്തിൽ പതിക്കുമ്പോഴും, ആമേൻ, ക്രൂശിൽ കിടക്കുമ്പോഴും അവൻ സകലവും നിനക്ക് വേണ്ടി സഹിച്ചു. അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവേ, ഇവർ ചെയ്തത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ച് അരിമനാഥന്റെ കരത്തിലേക്ക് ഇന്ന് രാത്രിക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ രോഗത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിന് വേണ്ടി അവൻ യാഗമായി തീർന്നെങ്കിൽ ഇന്ന് രാത്രിയും അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, ഇനിയുള്ള ജീവിതം വിശ്വസ്തയോടെ, ദൈവഭയത്തോടെ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നോട്ട് പോകുവാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു.
നമുക്കൊന്ന് സമർപ്പിച്ച് കൊടുക്കാം, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവജനമേ, നമുക്ക് വീണ്ടും കണ്ണുകളടയ്ക്കാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ടതായ ദൈവമായ അരുളപ്പാടുകളെ നമുക്ക് വീണ്ടും ധ്യാനിക്കാമല്ലോ. യെരൂശലേമിൻ്റെ മതിലുകളുടെ പണി തീർത്തതായ നെഹെമ്യാവ് രണ്ടുപേരെ ആ പട്ടണത്തിന് അധിപതികളാക്കി വെച്ചുവെന്ന് നാം കേൾപ്പാനായിട്ടിടയായി തീർന്നല്ലോ. ഹനന്യാവെയും ഹനാനിയെയും. അവരെക്കുറിച്ച് നാം വായിച്ചറിഞ്ഞത് അവർ വിശ്വസ്തന്മാരായിരുന്നു, അവർ ദൈവഭക്തന്മാരായിരുന്നു, അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാനായിട്ട് യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരെ നോക്കുമ്പോൾ നാം ദൈവത്തിന് മുമ്പാകെ ഇപ്രകാരമായിരിക്കുന്നു. നാം യഹോവ ഭക്തന്മാരായിട്ട്, വിശ്വസ്തന്മാരായിട്ട്, ദൈവത്തെ ഭയക്കുന്നവരായിട്ട് നിലനിൽപ്പാനായിട്ട് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുവല്ലോ. സ്തോത്രം, 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 ഹല്ലേലൂയ. അങ്ങനെ വ്യവസ്ഥകൾ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മെ അനുഗ്രഹിക്കുമെന്ന് നാം ഇന്ന് കേൾപ്പാനായിട്ടിടയായി തീർന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, താൻ വിളിച്ച് തിരഞ്ഞെടുത്തതായ ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണല്ലോ നാം സേവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം മുമ്പാകെ പൂർണ്ണരായിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, വിശ്വസ്തരായിട്ട്, യഹോവ ഭക്തിയോടെ, സ്തോത്രം, ദൈവത്തെ ഭയക്കുന്നവരായിട്ട് നിലനിൽപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. നാം വഴിയിൽ വെച്ച് പട്ടുപോകുവാനായിട്ട് നമ്മുടെ ദൈവം, ഹല്ലേലൂയ, ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ സ്തോത്രം പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം നാം നിലനിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മെ തക്ക സമയത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കുമല്ലോ. ദൈവം തക്ക സമയത്ത് ദൈവം നമ്മെ വിടുവിക്കുമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ ഒരു വലിയ തീരുമാനത്തോടെ നമുക്കായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ തന്നെ നെഹെമ്യാവ് പട്ടണത്തിൻ്റെ അവസ്ഥകൾ കണ്ട് താൻ ഉപവസിച്ചു, താൻ പ്രാർത്ഥിച്ചു. നമ്മുടെ കൂടെ ഇരിക്കുന്നതായ നമ്മുടെ, ഹല്ലേലൂയ, കൂട്ടു സഹോദരന്മാർ അവരുടെ പ്രയാസങ്ങളെ ഓർത്തുകൊണ്ട് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഈ ദിവസങ്ങളിൽ ഒരു വലിയ സമർപ്പണത്തോടെ നമുക്കായിരിക്കാമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതായ ദൈവം നമ്മുടെ അവസ്ഥകൾക്കും ദൈവം മാറ്റം വരുത്തുമല്ലോ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ അതിനെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, കർത്താവിൻ്റെ ദാസനെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ശക്തീകരിച്ചാനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്ന് കുടുംബമായിട്ട് ദൈവം മാനിപ്പാനായിട്ട്, തൻ്റെ ശുശ്രൂഷകളൊക്കെ തന്നെ ദൈവത്തിൻ്റെ കരം കൊണ്ടുണ്ടായിരിക്കാനായിട്ട്, ദൈവം തന്നെ വീണ്ടും ശക്തമായിട്ട് ഉപയോഗിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. കടന്നു വന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ബലപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കിയാനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തുടർന്നും ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് വീണ്ടും ഹല്ലേലൂയ, നാളെയും ഹല്ലേലൂയ, ഇതിനുള്ള ദിവസങ്ങളും വളരെ പ്രത്യാശയോടെ ആയിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ പകൽക്കാലത്തെ രാത്രികാലത്തെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ദാസനെ ദൈവം തക്ക സമയത്ത് കൂട്ടി വരുത്തുവാനായിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ, ഹല്ലേലൂയ, തന്നെ ശുശ്രൂഷയെ സഹായിപ്പാനായിട്ട്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെതായ അരുളപ്പാടുകൾ ദൂതകളൊക്കെ അറിയിപ്പാനായിട്ട് ദൈവം തന്നെ ബലപ്പെടുത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന് നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഹല്ലേലൂയ, നാളത്തെ ഹല്ലേലൂയ സെഷനെയും, ഹല്ലേലൂയ, ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം മാറ്റുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം വെച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ PV ജോയ് അങ്കിൾ ശബ്ദമെത്തി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോമോൻ എബ്രഹാം ആശീർവാദം പറഞ്ഞ് ഈ സെഷനോട് അവസാനിപ്പിക്കുമല്ലോ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാമല്ലോ. നൽകുവചനത്തിനായി സ്തോത്രം ചെയ്യാം, പകർന്നവിടുതനായി സ്തോത്രം ചെയ്യാം. തുടർന്ന് ദിവസം കർത്താവ് നമ്മെ അനുഗ്രഹിക്കാനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, തലമുറയ്ക്ക് എല്ലാ ദൈവമക്കളുടെ മേലും, ഈ ദിവസം നടക്കുന്ന 3 സുഭാസ പ്രാർത്ഥന മേലും, ദൈവസഭയുടെ മേലും, അഭിഷിക്തന്മാരുടെ മേലും ഇപ്പോഴും എന്നേക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവിലുണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ആമേൻ കർത്താവേ.